ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റുള്ള നമ്മുടെ പഴയകാല പലഹാരമായിട്ടുള്ള സുഖിയൻ തയ്യാറാക്കാം. അതിന് മോദകമെന്നും പറയാറുണ്ട്. നമ്മുടെ നാട്ടിലെ മോദകം എന്നാണ് പറയാറുള്ളത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റായിട്ട് സുഖിയൻ എങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 250 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് മുക്കി പൊരിക്കുന്നതിനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഒരുപാട് ലൂസാകാതെ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ഇതിന് തയ്യാറാക്കേണ്ടത്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നല്ലതുപോലെ പാകത്തിന് ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 250 ഗ്രാം ശർക്കര ഞാനിവിടെ നല്ലതുപോലെ പാന് കാച്ചി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അരിച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ഈ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 50 ഗ്രാം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് പാകത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. കൂടുതൽ വേണമെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ ചൂടോടുകൂടി നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ ഉരുട്ടിയെടുക്കരുത്. നല്ല ചൂടാണ്, കൈ പൊള്ളും. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ആ സമയത്ത് നമുക്ക് ഈ ഓരോ ബോൾസും ഈ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നല്ല രുചികരമായ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണിത്. നമ്മുടെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി നോക്കണം. അങ്ങനെ നല്ല രുചികരമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്